അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമനെ ആ പൊൻകാരം നീട്ടി പീഡിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമനെ ആ പൊൻകാരം നീട്ടി പീഡിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരേ തൂയാവിയേ, തൂയരേ തൂയാവിയേ, വറ്റാത്ത ഉറവയെ തേനീലും മധുരമേ, വറ്റാത്ത ഉറവയെ തേനീലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമനെ ആ പൊൻകാരം നീട്ടി പീഡിച്ചു. എന്നിൽ നൽദാനം ഏകിടാൻ, എന്നിൽ വൻ കൃപകളെ നിക്ഷേപിപ്പാൻ, എന്നിൽ നൽദാനം ഏകിടാൻ, എന്നിൽ വൻ കൃപകളെ നിക്ഷേപിപ്പാൻ. തിക്കിത്തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി, പിന്നെ നിറവേകിയതും തിക്കിത്തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി, പിന്നെ നിറവേകിയതും യേശുവേ. എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസ്സാൽ മുറ്റും നിറച്ചു. തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും എന്നെ നിത്യമായി സ്നേഹിച്ചു. ആ തേജസ്സാൽ മുറ്റും നിറച്ചു. തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമായനേ, നീതിയിൻ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തി
തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ ചോദിച്ചതിലും നീനച്ചതിലും അത്യന്തൽപരമായി എന്നെ നൽകിയും ചോദിച്ചതിലും നീനച്ചതിലും അത്യന്തൽപരമായി എന്നിൽ നൽകിയും എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ ഞാൻ തൻ കൃപയാലെ എല്ലാം ഏകിടുന്നതും എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ ഞാൻ തൻ കൃപയാലെ എല്ലാം ഏകിടുന്നതും അളവില്ലാതെ ഈ നിമിഷം വരെ അളവില്ലാതെ ഈ നിമിഷം വരെ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ 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 ആരാധന യേശുവിന് ആരാധന യേശുവിന് ആരാധന യേശുവിന് ആരാധന യേശുവിന് ഇത്രമേ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും
മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ. വറ്റാത്ത ഉറവയെ, തേനിലും മധുരമാകുന്ന ആ ഉറവയെ നാം എത്ര പേര് രുചിക്കുന്നുണ്ട്? അന്നെ അൻപോട് സ്നേഹിപ്പാൻ ചില വരികൾ ശ്രദ്ധിച്ചോ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിൽ എന്തുവാ യോഗ്യത കണ്ടത്? ഇത്രമേൽ എന്നെ മാനിപ്പാൻ എന്താ എന്നിൽ യോഗ്യത കണ്ടത്? ദാവീദിനോട് പറഞ്ഞാൽ പറയും, ഞാൻ പുൽപ്പുറത്ത് ആടുകളെ മേയിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു. വീട്ടിൽ വന്നപ്പോഴും 7 മക്കളെ വിളിക്കുമ്പോഴും 7 മക്കൾ കഴിഞ്ഞ് 8ാമതൊരുവൻ വന്നാൽ അവന് വലിയ മാന്യതയൊന്നുമില്ല, അവന് വലിയ യോഗ്യതയൊന്നും കൊടുക്കാറില്ല. 7 പേർക്കാണ് മാന്യത, അതോടുകൂടി പൂർത്തിയാകി. എന്നാൽ 8ാമന് വലിയ മാന്യതകൾ കൊടുക്കാറില്ല. പക്ഷേ ദൈവം യോഗ്യനായി കണ്ടു. ദൈവം യോഗ്യനായി കണ്ടപ്പോൾ മാനിച്ച് അവൻ വന്നിട്ടല്ലാതെ അതേ പന്തിഭോജനം നടക്കുകയില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മാന്യത വെളിപ്പെടുത്തി അഭിഷേക തൈലമെടുത്ത് തലമേലൊഴിച്ചുവെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുമ്പോൾ അനുഭവമുള്ള ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ, ഇത്രമേൽ എന്നെ മാനിപ്പാൻ എന്ത് യോഗ്യതയാ കണ്ടത്? ഇത്രമേൽ എന്നെ മാനിപ്പാൻ, ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്ത് മാന്യതയും എന്ത് യോഗ്യതയുമാ കർത്താവേ എന്നിൽ കണ്ടത്. അതോർക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കഴിവല്ല, നമ്മുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയല്ല, നമ്മുടെ സൗന്ദര്യമല്ല. വചനം ഇങ്ങനെ പറഞ്ഞത്, തൊക്കമോ അത് പൊക്കമോ തൂക്കമോ ഒന്നും നോക്കരുത്, ഒരു യോഗ്യതയും നോക്കരുത്. യോഗ്യത നോക്കിയത് ഒരു കഴിവുമില്ലെങ്കിലും കാറ്റിന്റെ വനാന്തരങ്ങളിലായിരിക്കുമ്പോഴും അവിടെ ദൈവത്തെ വാഴ്ത്തുന്ന, കിന്നരം വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, വനാന്തരങ്ങൾക്കകത്തു അത് ആടുകളെ മേയിക്കുമ്പോഴും അവിടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവില്ലെന്ന് പറയുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകല് അനുഭവമുള്ള ദൈവമക്കൾ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്ക്, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ശക്തിയോടെ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു യോഗ്യതയും ഇല്ലാത്ത ഇടത്ത് ദൈവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ആ പെട്ടകം വന്നപ്പോൾ പഞ്ഞിനൂൽ അങ്കി ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയെന്ന് വചനത്തിൽ നാം കാണുന്നു. അതുകൊണ്ട് പഞ്ഞിനൂൽ അങ്കി ധരിച്ച് നൃത്തം ചെയ്യുവാൻ കൊതിയുള്ളവർ കൊതിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ, ആരാധന ദൈവത്തിന് കൊടുക്കട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര പേർക്ക് കൊതിയുണ്ട്? ഗ്ലോറി 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 ഗ്ലോറി. സ്തുതികൾ ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ. അതെന്നോർത്ത് ഇത്രമേൽ എന്നെ സ്നേഹിപ്പ, ഇത്രമേൽ എന്നെ മാനിപ്പ. ഒരു യോഗ്യതയും പറയാനില്ല ദൈവമക്കളെ, ഒരു യോഗ്യതയില്ല, കഴിവില്ല, പ്രാപ്തിയില്ല. എന്നാൽ ദൈവം മാനിച്ചു. ശ്രേഷ്ഠന്മാരെ മാറ്റി നിർത്തി, ഉന്നതന്മാരെ മാറ്റി നിർത്തി, വിദ്യാഭ്യാസമുള്ളവരെ മാറ്റി നിർത്തി, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ തന്റെ മക്കളാക്കി തിരഞ്ഞെടുത്തല്ലോ. അതുകൊണ്ട് കർത്താവിന് സ്തുതികൾ അർപ്പിക്കാം, കർത്താവിന് മഹത്വം അർപ്പിക്കാം. ഉടമല ഹതനക ശബ്ദലേ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പിതാവേ മഹത്വം, പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ നന്ദി. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാൻ ഇനിയും നൃത്തം ചെയ്യും, ഞാൻ ഇനിയും ആരാധിക്കുമെന്ന് ഭക്തൻ പറഞ്ഞതുപോലെ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം മാനിച്ചത് കൊണ്ട് സ്തുതിച്ചാട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഞാൻ
ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും. ഭാരതനന്ദിനു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും. അതുകൊണ്ട് തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. ഓ നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. സേവയതെന്നഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഓ ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. 1000 നാവുകളാലും 10,000 വാക്കുകളാലും. ഓ 1000 നാവുകളാലും 10,000 വാക്കുകളാലും. ദിവ്യ സ്നേഹമവന്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഓ ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഓ നിത്യത തന്നിൽ ഞാനെത്തും. തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും. തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. പ്രത്യാശയോടൊന്ന് പാടുകയും ആനന്ദ കണ്ണുനീർ വീഴ്ത്തും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഓ ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും. ഓ പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും. ഭാരതനന്ദിനു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഓ ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. ഓ നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. തൻ പദസേവയതെന്നഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഓ ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി
1000 നാവുകളാലും 10000 വാക്കുകളാലും 1000 നാവുകളാലും 10000 വാക്കുകളാലും ദിവ്യ സ്നേഹമവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും നിത്യത തന്നിൽ ഞാനെത്തും തന്റെ സ്തുത്യ പാദങ്ങൾ ഞാൻ മുത്തും പ്രതീക്ഷയോടെ നിത്യത തന്നിൽ സന്തോഷത്തോടെ തന്റെ സ്തുത്യ പാദങ്ങൾ ഞാൻ മുത്തും നിത്യത തന്നിൽ ഞാനെത്തും തന്റെ സ്തുത്യ പാദങ്ങൾ ഞാൻ മുത്തും നിത്യത തന്നിൽ ഞാനെത്തും തന്റെ സ്തുത്യ പാദങ്ങൾ ഞാൻ മുത്തും ഭക്തിയിലാനന്ദ കണ്ണുനീർ വീഴ്ത്തും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും പാലിതനൻപിനു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും 1000 നാവുകളാലും 10000 വാക്കുകളാലും 1000 നാവുകളാലും 10000 വാക്കുകളാലും ദിവ്യ സ്നേഹമവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും ജീവിത ഭാര ചുമടുകളാകെ അവൻ ചുമന്നെന്നെ പുലർത്തിടുന്നു ജീവിത ഭാര ചുമടുകളാകെ അവൻ ചുമന്നെന്നെ പുലർത്തിടുന്നു ആകയാലാകുലമിന്നെനിക്കില്ല ആനന്ദമായൊരു ജീവിതമാ ആകയാലാകുലമിന്നെനിക്കില്ല ആനന്ദമായൊരു ജീവിതമാ ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിടുന്നു അനുദിനം അവൻ എന്നെ നടത്തിടുന്നു അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകടിയിൽ അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകടിയിൽ പാരിലൻ ജീവിതയാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാം പാരിലൻ ജീവിതയാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാം പാടികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിടുന്നു അനുദിനം അവൻ എന്നെ നടത്തിടുന്നു ഏതൊരു നാളും യേശു എന്നിടയൻ എനിക്കൊരു കുറവും വരികയില്ല
അനുഭവിച്ചറിയുന്നു ഞാൻ അവനെ. അനുഗ്രഹമാണ് എൻ്റെ ജീവിതം ഇന്ന്, അനുഭവിച്ചറിയുന്നു ഞാൻ അവനെ. ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ഓ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ഉലകിലെല്ലാരും പ്രതികൂലമായാലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉലകിലെല്ലാരും പ്രതികൂലമായാലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉயிருള്ള നാളെല്ലാം ഞാൻ അവനായി ഉണർന്നു വിശ്വാസത്തിൻ വേല ചെയ്യും. ഉയരുള്ള നാളെല്ലാം ഞാൻ അവനായി ഉണർന്നു വിശ്വാസത്തിൽ വേല ചെയ്യും. ഓ ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ഏതൊരു നാളും യേശുവൻ ഇടയൻ, എനിക്കൊരു കുറവും വരികയില്ല. ഏതൊരു നാളും യേശുവൻ ഇടയൻ, എനിക്കൊരു കുറവും വരികയില്ല. ഓ ഏതൊരു നാളും യേശുവൻ ഇടയൻ, എനിക്കൊരു കുറവും വരികയില്ല. ഓ ഏതൊരു നാളും യേശുവൻ ഇടയൻ, എനിക്കൊരു കുറവും വരികയില്ല. ഓ ഏതൊരു നാളും യേശുവൻ ഇടയൻ, എനിക്കൊരു കുറവും വരികയില്ല. ഏതൊരു നാളും യേശുവൻ ഇടയൻ, എനിക്കൊരു കുറവും വരികയില്ല. അനുഗ്രഹമാണ് എൻ്റെ ജീവിതം ഇന്ന്, അനുഭവിച്ചറിയുന്നു ഞാൻ അവനെ. അനുഗ്രഹമാണ് എൻ്റെ ജീവിതം ഇന്ന്, അനുഭവിച്ചറിയുന്നു ഞാൻ അവനെ. ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിരകാലം. അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിരകാലം. പാരിലൻ ജീവിത യാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാ. പാരിലൻ ജീവിത യാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാ. ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ഓ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ഉലകിലെല്ലാരും പ്രതികൂലമായാലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉലകിലെല്ലാരും പ്രതികൂലമായാലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉயிருള്ള നാളെല്ലാം ഞാൻ അവനായി ഉണർന്നു വിശ്വാസത്തിൽ വേല ചെയ്യും. ഉயிருള്ള നാളെല്ലാം ഞാൻ അവനായി ഉണർന്നു വിശ്വാസത്തിൽ വേല ചെയ്യും. ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. വിശ്വാസത്തോടെ കരങ്ങളുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഓ ശബനാദനഗണഗസി അവൻ എന്നെ നടത്തിയിടുന്നു. ഓ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ഓ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ഓ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ഓ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. Hallelujah, 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 hallelujah. കരങ്ങളെ തട്ടി അതരങ്ങൾ തുറന്ന ദൈവത്തിന് മഹത്വം കൊടുത്ത ശക്തിയോടെ
അത് അതരങ്ങൾ ചലിക്കട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ. ആണികളേറ്റ പാണികളാലെ താങ്ങി നടത്തുന്നവൻ. ഉലകിൽ ആരെല്ലാം പ്രതികൂലമായാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഒരു സംഗതിക്ക് എതിരെ നിൽക്കുവാൻ കഴിയത്തില്ല. ആകയാൽ ദൈവം അനുകൂലമായിട്ട് ഈ പകൽ ഇറങ്ങി വരുന്ന പകലാകട്ടെ. റോമർ 8:31 ഇങ്ങനെ പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സഹോദര, സഹോദരി, കുഞ്ഞ്, പിതാവ്, മാതാവ്. ഓ, ദൈവം അനുകൂലമായി നിൽക്കുമ്പോ ഉലകം മുഴുവൻ പ്രതികൂലമായാലും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ഒരു സംഗതിയുമില്ല. പ്രതികൂലങ്ങൾ വഴിമാറട്ടെ, പ്രതിസന്ധികൾ വഴിമാറട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം, 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 ജയം. ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവമക്കളെ ആരാധിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. സ്തുതികൾ അർപ്പിക്കുക, സ്തുതികൾ അർപ്പിക്കുക, സ്തുതികൾ അർപ്പിക്കുക. ദൈവം അനുകൂലമായി ഇറങ്ങി വരട്ടെ. ഓ ശബ്ദന ശബ്ദനീ Ibala baba 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 Ibala dalia shamthali Harimathana shagam thali Hallelujah അന്യഭാഷയിൽ സ്തുതിപ്പാൻ കഴിയുന്നവർ അന്യഭാഷയിൽ സ്തുതിക്കട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഓ റബലദിഗനഗനഗസിയ ശിവനബരിഗലഗടഗ ശബ്ദനി ശിഖനബരിഗലഗടഗ ശബ്ദനി ചുടബലബലബരഗടഗ ശബ്ദനി ചുടമനാദിഗനഗടഗ ശബ്ദന. ഓ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധനേ. യേശുവേ ആരാധനേ. യോഗ്യനേ ആരാധനേ. യേശുവേ സ്തുത്യപാദങ്ങൾ ചുംബിക്കുന്നേ. പൊന്മുഖം കാണുവാൻ കൊതിക്കുന്നേ. സ്തുത്യപാദങ്ങൾ ചുംബിക്കുന്നേ. സ്തുത്യപാദങ്ങൾ ചുംബിക്കുന്നേ. ആരാധനേ. സ്തുത്യപാദങ്ങൾ ചുംബിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Hallelujah. Oh, hallelujah. Yes, we
യേശുവേ ഹല്ലേലൂയ. ആരാധനേ സ്തുത്യപാദങ്ങൾ ചുംബിക്കുന്നേ കർത്താവേ മഹത്വം. സ്തുത്യപാദങ്ങൾ ചുംബിക്കുന്നേ. ഓ ഹല്ലേലൂയ. കർത്താവിനെ പാടി സ്തുതിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ എത്ര മനോഹരമായ പാട്ടുകൾ ഇവിടെ പാടി. ഞാൻ ആ പൊന്മുഖം കാണും, സ്തുത്യപാദങ്ങൾ ഞാൻ ചുംബിക്കും. ആ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കർത്താവിനെ പാടി സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നമ്മുടെ കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തൂ. ദൈവമായുസ്സ് നൽകി, ആരോഗ്യം നൽകി നമ്മെ കൂട്ടിവരുത്തേ. പാടി സ്തുതിപ്പാൻ കൃപ നൽകേ. സന്തോഷത്തോടെ ബലത്തോടെ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തൂ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ ദിനങ്ങളിലൊക്കെ കർത്താവ് നമ്മെ അത്ഭുതകരമായി പരിപാലിക്കുന്നല്ലോ. 26-ാം ആണ്ട് ഫെബ്രുവരി മാസത്തിൽ ഇന്ന് അവസാന കർത്തൃപകൽ ആകുന്നുവല്ലോ. ഇനി നമ്മൾ അടുത്ത ആരാധന കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പുതിയ മാസത്തിലാണ്. ഇനി ഇതുപോലെ സ്തുതിപ്പാൻ ഒരവസരം ഒരു കർത്തൃപകലില്ല. ആയതിനാൽ ആ കരങ്ങളെന്ന് ഉയർത്തി സ്തോത്രം പറയാമോ? ഈ മാസവും ചിറകടിയിൽ മറയ്ക്കുന്നല്ലോ, ആയുസ് നൽകുന്നല്ലോ, ആരോഗ്യം നൽകുന്നല്ലോ, ബലത്തെ നൽകുന്നല്ലോ, സൗഖ്യത്തെ നൽകുന്നല്ലോ. കരങ്ങളെന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ദൈവസന്നിധി സ്തോത്രം ചെയ്തേ. ദൈവം നൽകിയ വിടുതലുകളെ ഓർത്ത് സ്തോത്രം ചെയ്തേ. സ്തോത്രം. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ വിശുദ്ധ സഹായകമായി കൂടി വന്നിരിക്കുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ഹോസ്പിറ്റലായിരുന്നവരുണ്ട്, അവരെയൊക്കെ ദൈവം വിടുവിച്ചതോർത്ത് പ്രാർത്ഥനയിൽ പങ്കുവെച്ച വിഷയങ്ങളെയെല്ലാം കർത്താവ് സ്പർശിച്ചതോർത്ത് കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതു നിമിത്തം ഓരോ ഭക്തൻ കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അവിടെ 1-2 പദങ്ങൾ ശ്രദ്ധനീയമാണ്. ഇത് നിമിത്തം. അപ്പൊ ഏത് നിമിത്തമോ ഉണ്ടവിടെ. ഇത് നിമിത്തം, ഇത് നിമിത്തം. രണ്ടാമത്തെ ചിന്ത, ഓരോ ഭക്തൻ, ഓരോ ഭക്തൻ. 3, കണ്ടെത്താവുന്ന കാലം. കണ്ടെത്താവുന്ന ഒരു കാലമുണ്ട്, കണ്ടെത്താവുന്ന ഒരു കാലം. ഒന്ന് വിശ്വസിച്ച് സ്തോത്രം പറയാമോ? കണ്ടെത്താവുന്ന കാലം. 4, കണ്ടെത്താവുന്ന കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു ശുശ്രൂഷയാണ്
പ്രാർത്ഥിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോ? കണ്ടെത്താവുന്ന കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതാർക്കും ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയാണ്. ഇവിടെ സ്റ്റേജ് കിട്ടിയില്ലെങ്കിലും, നമ്മെ ആരും മാനിച്ചില്ലെങ്കിലും, ആരും അംഗീകരിച്ചില്ലെങ്കിലും, ഒരു മാന്യതയും തന്നില്ലെങ്കിലും, ഞാൻ ഇങ്ങനെ പറയാ, പ്രാർത്ഥിക്കുന്നവന് സ്വർഗമറിയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവന് സ്വർഗമറിയുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞതെന്ന എൻ്റെ ഓർമ്മ. ഇന്ന് സമയപരിമിതിയിൽ ഞാൻ വിശദമാക്കുന്നില്ലെങ്കിലും ഞാനൊന്ന് തൊട്ട് പറയാം. നിങ്ങൾ കേട്ടിട്ടുള്ള സൗമ്യൽ ബ്രിങ്കിൾസ് അല്ലേ? വില്യം ബൂത്തിന് ശേഷം സാൽവേഷൻ ആർമിയുടെ ചുമതല ഏറ്റെടുത്ത വ്യക്തിയാണ്. അതെ, സൗമ്യൽ ബ്രിങ്കിൾസ്. ഞാനിവിടെ പറഞ്ഞെന്ന എൻ്റെ ഓർമ്മ. ഇന്ന് ഇത് വിശദമാക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഒത്തിരി പ്രാവശ്യം ചോദിച്ചതാ, എന്നെ ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്കാക്കാമോ? ഞാൻ ആ മീറ്റിങ്ങിനൊന്ന് വന്നോട്ടെ. മുഷിഞ്ഞ വസ്ത്രമുള്ളത് വരെയും ചെരുപ്പ് കുത്തിയുടെ മകനാകൊണ്ട്, നീ ഒരു ചെരുപ്പ് കുത്തിയുടെ മകനാകൊണ്ടും നിനക്ക് പ്രവേശനമില്ല. മീറ്റിങ്ങിന് പോലും, വില്യം ബൂത്തിൻ്റെ മീറ്റിങ്ങിൽ പോലും പ്രവേശനമില്ല. പലവട്ടമായപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്നാ പിന്നൊരു കാര്യം ചെയ്യ്, ആ ഷൂ പോളിഷ് ചെയ്യുന്ന, മീറ്റിങ്ങിന് വരുന്നവരുടെ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാൻ നിന്നെ അവിടെ ഇരുത്താമെന്ന്. വരുന്നവരുടെ ഷൂ പോളിഷ് ചെയ്യാൻ ഇരുത്തി. ആരും അറിയാതെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നീണ്ട 15 വർഷം പ്രാർത്ഥിച്ചു. 15ാമത്തെ വർഷം ഒരു സ്പെഷ്യൽ മീറ്റിംഗിൽ ക്ഷണിക്കപ്പെട്ട ദൈവദാസൻ വരാതിരുന്നപ്പോൾ ഒരു വലിയ ക്രൂസൈഡ് പെട്ടെന്ന് പറയുന്നു വരാൻ കഴിയത്തില്ലെന്ന്. വില്യം ബൂത്ത് ആകെ ഭാരപ്പെട്ടു പോയി. എന്തു ചെയ്യും, എന്തു ചെയ്യും, എന്തു ചെയ്യും? ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? പ്രാർത്ഥിച്ചപ്പോൾ വില്യം ബൂത്തിന് കൊടുത്ത മറുപടി, നീ എന്തിനാ ഭാരപ്പെടുന്നേ? നിന്റെ പ്രാർത്ഥനാ ടെന്റിൻ്റെ വാതിക്കൽ കഴിഞ്ഞ 15 വർഷമായി ചെരുപ്പ് തുടയ്ക്കുന്ന ജോലി, പോളിഷ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു സൗമ്യലുണ്ടല്ലോ, അവനാണ് ഈ രാത്രിയിൽ പ്രസംഗിക്കേണ്ടത്. അവനാ പ്രസംഗിക്കേണ്ടത്. ആരും അറിഞ്ഞില്ല, ആരും അംഗീകരിച്ചില്ല. പക്ഷെ സ്വർഗം പ്രാർത്ഥിക്കുന്നവനെ കുറിച്ചെടുത്തു. ഓരോ ഭക്തനും പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ എത്തുന്നുണ്ട്. പ്രിയരേ, പുതിയ പാൻഡിടിച്ചു. മൺമറഞ്ഞു പോയ ജോസ് കാരക്കൽ എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച്, TPM-ലെ ഒരു ഉപദേശിയായിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് പാൻ്റെ ചരട് കൊണ്ട് കെട്ടിവെച്ചു. കോട്ടൊക്കെ ഇടിച്ചു, കോട്ടൊന്നും ചേരത്തില്ല. കാരണം ഇല്ലായിരുന്നു, അവന് കോട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സ്റ്റേജിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി. വലിയ പ്രസംഗമൊന്നും അറിയത്തില്ല, ഒരൊറ്റ വാക്യം വായിച്ചു. ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. ഒത്തിരി അറിയാത്തവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത അമ്മമാർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒന്നും അറിയാത്തവനെ ദൈവത്തിന് വേണ്ടിയതാ. നീണ്ട വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, സ്വർഗം കനിവ് കാണിക്കും. സൗമ്യൽ ബ്രിങ്കിൾസേ, സ്വർഗം നിന്നെ കാണുന്നുണ്ടായിരുന്നു. സ്വർഗം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവനാ പ്രസംഗിക്കേണ്ടത്. ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ആയിരങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചു. ആ മീറ്റിംഗിൽ ഉപയോഗിച്ചു. അടുത്ത ചുമതലക്കാരനായി വിദ്യാഭ്യാസമില്ലെങ്കിലോ മാന്യതയില്ലെങ്കിലോ ആരും അംഗീകരിച്ചില്ലെങ്കിലോ ദൈവം ഉയർത്തിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവമക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ.
അയ്യോ, കുഞ്ഞുങ്ങൾ ഇതിനോടകം ഇവിടെ ഇത് കാണിക്കുകയും ചെയ്തു. സ്തോത്രം. ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല. സ്തോത്രം. ഇവിടെ അത് കാണാൻ കഴിയുന്നു. സൗമ്യ ലോകൻ ഭ്രങ്കിൽ. ഓ, ഈ മനുഷ്യനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യനെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്കത് കാണാൻ കഴിയും. ഇവിടെ അത് ചില പരിമിതികളുണ്ടല്ലോ. ആമേൻ. ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, വിഷയം ഇതാണ്. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് എന്നോട് പ്രാർത്ഥിക്കും. ഇത് നിമിത്തം അവിടെ ഒന്ന് നിൽക്കണം. 2, ഓരോ ഭക്തൻ. 3, കണ്ടെത്താവുന്ന കാലത്ത് ചെയ്യാവുന്ന കാര്യം പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ ശുശ്രൂഷയുടെ കാതലായ വിഷയം ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ് എടുക്കുന്നു. ബാക്കി നിങ്ങൾ 4 ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം. ഏതാണ്? ഇത് നിമിത്തം. കണ്ടുപിടിക്കണം. ഏത് നിമിത്തം? ഇത് നിമിത്തം. ഇപ്പോൾ ആരും കണ്ടുപിടിക്കരുത്. പിന്നെ എന്നെ നോക്കത്തില്ല. പിന്നെ നിങ്ങൾ വേറെ ധ്യാനത്തിലേക്ക് പോകും. ഇത് നിമിത്തം ഓരോ ഭക്തന് കണ്ടെത്താവുന്ന കാല്. എല്ലാവരും കരമുയർത്തി എന്ന് പറയാമോ? കണ്ടെത്താവുന്ന ഒരു കാലം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കണ്ടെത്താവുന്നൊരു കാലമുണ്ട്. ഞാനിങ്ങനെ പറയാം, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന ഒരു കാലം. ഏത് നിമിത്തമാണെന്നറിയാമോ? ഞാനിങ്ങനെ പറയാം, പാപം ദൈവത്തോട് അറിയിച്ചത് നിമിത്തം. ഏത് നിമിത്തമാണ്? പാപം ദൈവത്തോട് അറിയിച്ചത് നിമിത്തം. 5-ാം വാക്യം കണ്ടോ? എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ ഭക്തന് പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പാപക്ഷമ പ്രാപിക്കണം. പാപം ദൈവത്തോട് ഏറ്റുപറയണം. പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നിങ്ങൾക്കറിയാം, 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ ഒരു ഗേഹസിയെ കാണുന്നുണ്ട്. ഏലിശായുടെ അടുക്കൽ നയമാൻ വന്ന് സൗഖ്യം പ്രാപിച്ചു. നയമാനങ്ങ് പോയി. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഏലിശ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ദ്രവ്യവും വേണ്ട, പണവും വേണ്ട, നിന്റെ ഒന്നും വേണ്ട. പക്ഷേ ഗേഹസി എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ചെറിയ ആഗ്രഹം. എന്താ? ഒരല്പം വസ്ത്രവും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അയ്യോ, നയമാൻ പറയും, അതിനെന്താ, കുറെ വെള്ളിയുടങ്ങ്, ഞാൻ അതും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. അത് മേടിച്ചോണ്ട് വന്ന് മൂടി വെച്ചേച്ച് ഏലിശയുടെ മുൻപിലോട്ട് വന്നപ്പോൾ ഏലിശ ഒരു ചോദ്യം ചോദിക്കുന്നു, എവിടെ പോയിരുന്നു? അയ്യോ, ഞാനെങ്ങും പോയില്ല. മറു ചോദ്യം. ദ്രവ്യം സമ്പാദിപ്പാനും ഒലിവ് തോട്ടം മേടിപ്പാനും ഇതാകുന്നോ സമയം. ദൈവത്തോടൊന്നും മറയ്ക്കരുത്. ഇന്ന് പകൽ സത്യം പറയുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്ന പകലാണ്. തെറ്റ് സമ്മതിക്കണം ദൈവമക്കളെ. എവിടെയെങ്കിലും വീണ് പോയെങ്കിൽ സമ്മതിക്കണം. ഞാനിങ്ങനെ പറയാം, തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല, ഒരൊറ്റ മനുഷ്യരുമില്ല. ദൈവമായിരിക്കണം തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ. തെറ്റ് പറ്റും, വീഴ്ച പറ്റും, പക്ഷേ തെറ്റ് സമ്മതിക്കണം. കർത്താവേ, തെറ്റിപ്പോയി, എന്നെ ഒന്ന് ചേർത്ത് കൊല്ലണം. ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞതുപോലെ, ഒരാൾ പറഞ്ഞതുപോലെ, എന്താ പിതാ യേശുവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർത്തുകൊള്ളണം. അത് ഏറ്റുപറയുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, പാപക്ഷമ പ്രാപിപ്പാനിടയായിത്തീരുന്നത്. വാസ്തവത്തിൽ ഒത്തിരി വിശദീകരിക്കേണ്ടത് ഈ ഭാഗം. ഈ 32-ാമത്തെ സങ്കീർത്തനം ശരിക്കും ഈ 31 കഴിഞ്ഞല്ല വരേണ്ടത്. വേദശാസ്ത്രിമാർ പറയുന്നത് 51-ാം സങ്കീർത്തനം കഴിഞ്ഞിട്ടാണ് ഈ 32-ാം സങ്കീർത്തനം വരേണ്ടത്. അതിൻ്റെ കണക്കിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണിത് വന്നിരിക്കുന്നത്. 51-ാം സങ്കീർത്തനത്തിൽ
പാപം ചെയ്തതിൻ്റെ കുറ്റബോധമാണ് ഇല്ലേ വിളിച്ചു പറയുന്നത്. 51 സങ്കീർത്തനം എങ്ങനെയാ തുടങ്ങുന്നത്? ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ച് കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഇത് കഴിഞ്ഞിട്ട് പാപക്ഷമ പ്രാപിച്ചതിൻ്റെ വിടുതലായിട്ടാണ് ശരിക്കും 52 സങ്കീർത്തനമായിട്ട് ഇത് വരേണ്ടത്. പക്ഷേ അതിൻ്റെ സെറ്റിങ്സിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഭക്തന് ദൈവത്തോട് അറിയിച്ചു, പക്ഷേ ആദ്യം മറച്ചു വെക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് നാഥാൻ പ്രവാചകൻ അടുത്ത് വന്നപ്പോൾ കാര്യമൊക്കെ ബോധിപ്പിച്ചേച്ച് പറഞ്ഞു. ഒരു ആട്ടിൻകുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറഞ്ഞേച്ച്, ഒരു ദരിദ്രനാകെയുള്ളൊരു കുഞ്ഞാടുണ്ടായിരുന്നു. ആ കുഞ്ഞാടിനെ എന്താ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ ദാവീദ് രാജാവങ്ങ് ഉടനെ ചൂടെ അവൻ ആരാണേലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ അടുത്തതാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്നിങ്ങനെയുള്ള പ്രവാചകന്മാർ വേണം. നിങ്ങളൊന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാമോ? മുഖം നോക്കാതെ ഒരൊറ്റ ദൂത്. നിങ്ങൾ 11 2 വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആ മനുഷ്യൻ ഒരൊറ്റ ദൂത്. ഞാൻ ഈ ശുശ്രൂഷയുടെ ഇടയിൽ തന്നെ പറയുന്നു, ഇങ്ങനെയുള്ള പ്രവാചകന്മാർ എഴുന്നേൽക്കാനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇങ്ങനെയുള്ള പ്രവാചകന്മാരൊന്ന് എഴുന്നേൽക്കാൻ ഒന്ന് സ്തോത്രം പറയാമോ? പണ്ട് വാര്യാപുരം യോനാച്ചാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ 2 പേര് കടന്നു വന്നു. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, വിവാഹത്തിൻ്റെ കാര്യമാണ് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. ഉടനെ ദൂതും വെളിപ്പെട്ടു, വിവാഹത്തിൻ്റെ കാര്യം വിവാദമാക്കണ്ട. അത്രയേ ഉള്ളൂ, അതിനകത്തെല്ലാം ഉണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ കാര്യം പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ സംഗതി നടക്കത്തില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. നമ്മളായിരുന്നേ പ്രാർത്ഥിച്ചു നോക്കട്ടെ, പ്ലെയിൻ കാണുന്നുണ്ട്, അത് കാണുന്നുണ്ട്, മഞ്ഞ് പെയ്യുന്ന രാജ്യമുണ്ട്, നടത്തിപ്പ് തോന്നുന്നു, ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കട്ടെ, 3 ഇരിക്കണം, 3 ഇരുന്നേച്ച് ഞാൻ വന്ന് എന്ത് ചെയ്യാം, ലോക്കൽ പാസ്റ്റർ അറിയാതെ വീട്ടിൽ വന്നിരുന്ന് എന്ത് ചെയ്യാം, 3 അബദ്ധമൊന്നും വരരുത്. ദൈവം ചേർക്കേണ്ടതിനെ ചേർത്തോളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഉറക്കത്തിൽ കൊണ്ട് തന്നോളൂ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം ഉറക്കത്തിൽ കൊണ്ട് തരുന്ന ദൈവമാണ്. ദൈവം ഉറക്കത്തിൽ കൊണ്ടുതരും, വിളിച്ചുണർത്തി കൊണ്ടുതരും. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൂതിങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. അപ്പോഴാണ് കുറ്റബോധം വന്ന് ചേറ്റി പറഞ്ഞു, അങ്ങനെ ആയിരുന്നോ? അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണമേ, എന്നെ നന്നായി കഴുകി, എൻ്റെ അകൃത്യമൊന്ന് അന്ന് ശരിയായതാ. സ്തോത്രം. ഇന്ന് പകൽ അനുഗ്രഹം പ്രാപിക്കണോ, പാപക്ഷമ പ്രാപിക്കണം. അനുഗ്രഹം പ്രാപിക്കണോ, ഏറ്റുപറയണം. അനുഗ്രഹം പ്രാപിക്കണോ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ പാപക്ഷമ പ്രാപിക്കണം. ദൈവസന്നിധി, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ തെറ്റുകളെ പോക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിപ്പാനിടയായിത്തീരണം. അതിന് 3 കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഈ സങ്കീർത്തനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ലംഘനം, പാപം, അകൃത്യം. ഇത് 3 ഒന്നാണോ? ഈ സങ്കീർത്തനത്തിലെ 3 പദങ്ങളാണ്: ലംഘനം, പാപം, അകൃത്യം. ട്രാൻസ്ഗ്രഷൻ, സിൻ, ഇനിക്വിറ്റി. ഇത് 3 ഒന്നാണോ? അത് പറഞ്ഞാലേ എനിക്ക് അടുത്ത ഭാഗത്തേക്ക് വരാനൊക്കത്തുള്ളൂ. ഇത് 3 ഒന്നാണോ? പിന്നെന്താ വ്യത്യാസം? എൻ്റെ ലംഘനം ഇതിനകത്തെ പദമാണ്. ഇത് നിമിത്തം, ലംഘനങ്ങളെ അറിയിച്ച നിമിത്തം. എൻ്റെ പാപം നിമിത്തം, ഇത് നിമിത്തം, എൻ്റെ പാപം നിമിത്തം. എൻ്റെ അകൃത്യം നിമിത്തം, അകൃത്യം. ഇത് 3 ഒന്നാണോ? അല്ല. മലയാളത്തില് സെയിം അല്ലേ? പാപം, ലംഘനം, അകൃത്യം ഒന്നാണോ? ഞാൻ പറയാം, ശ്രദ്ധിക്കണേ, സമയങ്ങൾ ഒത്തിരി പരിമിതിയുണ്ട്.
എങ്കിലും കണ്ടെത്താവുന്ന കാലം ഒന്ന് പറഞ്ഞു വേണം ഇത് നിർത്താനായിട്ട്. ഇത് മൂന്നും പറയാതിരിക്കാനും പറ്റത്തില്ല. ലംഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം അധ്യാപകർ വല്ലതും ഉണ്ടോ ലംഘനം പറയാനായിട്ട്? ഞാൻ മുൻപ് ശുശ്രൂഷിച്ചൊരു സഭയിലുണ്ടായിരുന്നു മലയാളം അധ്യാപിക. ഇടയ്ക്കിടയ്ക്ക് വന്ന അമ്മാമ്മ പറയും, അതൊത്തിരി നല്ലതായി, ഇതൊത്തിരി നല്ലതായി. എനിക്കൊത്തിരി സന്തോഷമായിരുന്നു. വലിയൊരു എന്താ പറയുക, വിദേശ രാജ്യത്തൊക്കെ പഠിപ്പിച്ചൊരു ആൻറ്റിയാണ്. ലംഘനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാനിങ്ങനെ പറയാം, ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതാണ് ലംഘനം. സ്തോത്രം. ചെയ്യരുത് എന്ന് പറയുന്നത് അതിന് പറയുന്ന നിയമ ലംഘനമെന്ന് ഈ എന്താ പറയുക, നല്ല മലയാളത്തിൽ പറയാൻ കഴിയും. ചെയ്യരുത്, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്തേ തീരത്തുള്ളെങ്കിൽ അതിന് പറയുന്നതാണ് ലംഘനം. അപ്പം ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ആര് ചെയ്തു? ദാവീദ് ചെയ്തു. നിങ്ങൾ യോജിച്ചെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞ്. ഓക്കെ. അടുത്തത് അകൃത്യം. അകൃത്യം എന്ന് പറയുന്നത് എന്താണ്? അകൃത്യം. മലയാളം സാറുമാരുണ്ട് ഇപ്പൊ പറഞ്ഞു തന്നേനെ. അകൃത്യം, കൃത്യം എന്താ? കൃത്യ വിലോപം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. കൃത്യ വിലോപം എന്ന് പറഞ്ഞാൽ, കൃത്യവിലോപം സർക്കാർ ഭാഷയല്ലേ? കൃത്യവിലോപം അതിന് പറയുന്നത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതാണ് അകൃത്യം. ലംഘനം എന്തായിരുന്നു? ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നു. അകൃത്യം ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നു. ഹെൽമെറ്റ് വെച്ച് 2 വീലർ ഓടിക്കണം, അത് ചെയ്യണം. അപ്പൊ ചെയ്യാതിരുന്നാലോ? ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ മെസ്സേജൊക്കെ വരും. ഇപ്പോൾ അബദ്ധം പോലും കാണിക്കരുത്. കഴിഞ്ഞ ദിവസം സാജു ചാത്തന്നൂര് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും AI സിസ്റ്റത്തെക്കുറിച്ചും പ്രസംഗിച്ചപ്പോൾ ഒരു ഭയങ്കര നടന്ന സംഭവം പറയുന്ന കേട്ട് ഞെട്ടിപ്പോയി. അതിങ്ങനായിരുന്നു. പോകുന്ന വഴിയിൽ ഒരാൾ ലിഫ്റ്റ് ചോദിച്ചു. വഴിയിൽ ഒരു സ്നേഹിതയായിരുന്നു, സുഹൃത്തായിരുന്നു, ഒരു പെൺകുട്ടി. അയ്യോ, കൂടെ പഠിച്ചതല്ലേ, സുഹൃത്തല്ലേ എന്നും കൊണ്ട് ബൈക്കേ വെച്ചോണ്ട് പോയി. ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് ക്യാമറയിൽപ്പെട്ടു, ഒരടി വീണു. ക്യാമറയിൽ അടി. 5 നിമിഷം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ഫോൺ കോൾ വരുന്നു. കാര്യം എന്തായിരുന്നു അറിയാമോ? വണ്ടി ആരുടെ പേരിലായിരുന്നു അറിയാമോ? ഭാര്യയുടെ പേരിലായിരുന്നു. അപ്പോൾ RC ബുക്ക് ഭാര്യയുടെ പേരിലായതുകൊണ്ട് ഭാര്യയ്ക്ക് മെസ്സേജ് വന്നു. എന്തോ മെസ്സേജ് വന്നറിയോ? തൻ്റെ പ്രിയപ്പെട്ടവൻ ഒരാളെ പുറകിലിരുത്തിക്കൊണ്ട്, നിങ്ങൾ ആരെയാ പുറകിലിരുത്തിക്കൊണ്ട്? കാലം പുരോഗമിച്ചു, കളിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ആരെങ്കിലും ബൈക്കെ കയറ്റിക്കൊണ്ട് പോകുന്നവരൊക്കെ ഓർത്തോണം, അടി വരും, ഫോട്ടോ വീട്ടിൽ വരും. സ്തോത്രം. മനസ്സിലായോ? ഇത് നടന്ന സംഭവമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നടന്നതാണ്. ഞാൻ കളി പറഞ്ഞതല്ല. കൃത്യവിലോപം നടത്തി. മനസ്സിലായോ? കാലം പുരോഗമിച്ചു. AI സിസ്റ്റത്തിലാ ഓടുന്നത് ഇപ്പം. അതുകൊണ്ട് വീട്ടിൽ വരും. അതുകൊണ്ട് സഹോദരന്മാർ പുഞ്ചിരി തൂകുന്നു. ആരെയും ആവശ്യമില്ലാതെ എന്താ എങ്ങും വിളിച്ച് വണ്ടിയെ പോലും കയറ്റരുത്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മാമ്മ നിൽക്കുക. എന്താ കണ്ടാ ഈ ഫോട്ടോയും മൊബൈലും പിടിച്ചോണ്ട് കൂട്ടത്തില്, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ നല്ല ഈ മുള്ളുമുരിക്കിന്റെ പത്തലും കൊണ്ട് നിൽക്കുകയാണ്. മുള്ളുമുരിക്കിന്റെ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. വീട്ടിൽ ക്യാമറ അല്ലെങ്കിൽ വീട്ടിൽ ഫോട്ടോ വരാൻ സാധ്യതയുണ്ട്. വണ്ടിയൊക്കെ സാധാരണ വൈഫിൻ്റെയൊക്കെ പേരിൽ എടുക്കാറും ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിച്ചോണം. സ്തോത്രം. പോട്ടെ. അപ്പോൾ അകൃത്യം ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്ന പാപം എന്താണെന്നറിയാം? പാപം ലക്ഷ്യം തെറ്റിപ്പോകുന്നതാണ് പാപം. ഹമാർഷ്യ എന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ക്യാമറയുടെ ഇതിൻ്റെ സ്റ്റാൻഡിനെ ലക്ഷ്യമാക്കി ഞാൻ എറിയുന്നു. ഇതിൽ കൊണ്ടാൽ അത് ലക്ഷ്യത്തിലെത്തി, കൊണ്ടില്ലെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോയി. അതിന് പറയുന്നതാണ് പാപം. ലക്ഷ്യത്തിൽ ഏതിനെ ഉന്നം വയ്ക്കുന്നോ, എവിടെ കെയിം ചെയ്യുന്നോ
അതിൽ കൊള്ളാതിരുന്നാൽ ലക്ഷ്യം തെറ്റി. നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തെറ്റിയാൽ അതിന് പറയുന്ന പേരാണ് സിൻ. ജീവിതത്തിൽ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ട ഒന്നാണ് പാപം. പാപത്തെ ചുമ്മിക്കൊണ്ട് നടക്കാനുള്ളതല്ല, ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പാപത്തെ വലിച്ചെറിയേണ്ടതാണ്, കടലിൽ എറിയേണ്ടതാണ്, മൂടേണ്ടതാണ്. അത് ആവർത്തിക്കപ്പെടുവാനുള്ളതല്ല. പിന്നെയും പിന്നെയും പാപം ചെയ്യരുത്. കൂടെ കൂടെ ശാസന കേട്ടിട്ടും നീ അനാവർത്തിച്ചാൽ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകുമെന്ന വചനം പറയുന്നത്. ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നെങ്കിലും പറയാൻ സമയങ്ങൾ അനുവദനീയമല്ല. ഇത്രയും മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് നിമിത്തം അത്രേ ഞാൻ ആയുള്ളൂ. ഏത് നിമിത്തമാ? ലംഘനം, അകൃത്യം, പാപം. ഇതെല്ലാം നിമിത്തം ഞാൻ ഏറ്റുപറഞ്ഞു. അത് 5-ാമത്തെ വാക്യം. ഞാൻ യഹോവയോട് ഏറ്റുപറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. കരമുയർത്തിയെന്ന് പറഞ്ഞ് കർത്താവ് ക്ഷമിച്ച പാപങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, പാപം എത്ര കടുഞ്ചുവപ്പാകട്ടെ, പാപം എത്ര ഹീനമാകട്ടെ, പൗലോസ്ലീഹ പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. നിങ്ങൾ എത്ര പേര് പറയും പാപികളിൽ ഒന്നാമനായിരുന്നു? പക്ഷെ കർത്താവിൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. കർത്താവിൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നു. ആ പാപക്ഷമ പ്രാപിച്ചവർ കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്യാമോ? പാപത്തിൻ്റെ കുറ്റം കർത്താവ് ക്ഷമിച്ചു തന്നു. പാപത്തിൻ്റെ കുറ്റം കർത്താവ് ക്ഷമിച്ചു തന്നല്ലോ. ഹല്ലേലൂയ. അപ്പോൾ പാപം ക്ഷമിച്ച കാലത്തിന് പറയുന്ന പേരാണ് ഏതാ? കണ്ടെത്താവുന്ന കാലം. പാപം ക്ഷമിച്ചേച്ച് പിന്നെയും പോയി പാപം ചെയ്യരുത്. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം. കുത്തിയിരുന്ന് പ്രാർത്ഥിപ്പാനിടയായി തീരണം. അല്പമിനിറ്റുകൾ വളരെ ശ്രദ്ധിച്ചിരിക്കണമേ. ഹോശിയ പ്രവചനത്തിലെ ഒരു വാക്യം ഒന്ന് വായിക്കണം. ഹോശിയ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ തൊട്ട് വായിക്കണമേ. ഹോശിയ 6-ന്റെ 1 മുതൽ 3 വരെ. അവൻ സൗഖ്യമാക്കും, അവൻ അടിച്ചിരിക്കുന്നു, മുറിവ് കെട്ടും, അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. അടുത്തത് നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കലേക്ക് വരും. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, ഹോശേയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഹോശേയെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. ഏറ്റവും ഹീന സാഹചര്യത്തിൽ ജീവിച്ച ഒരു സഹോദരിയെ പോയി വിവാഹം കഴിക്കാൻ ദൈവം പറഞ്ഞു. നിങ്ങളാണെ ചെയ്യുമോ? ഏറ്റവും മോശപ്പെട്ട ജീവിതം നയിക്കുന്ന സമൂഹത്തിലെ ഒരു സ്ത്രീയെ പോയി വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ ചെയ്യുമോ? ഒരിക്കലുമില്ല. പക്ഷേ വിവാഹം കഴിച്ചു. വളരെ വേദനയിലായിരിക്കും പറയുകയാണ്. അവൻ കടിച്ചു കീറും, അവൻ മുറിക്കും, പക്ഷെ മുറിവ് കെട്ടും. അവൻ സൗഖ്യം തരും. 3-ാം നാൾ അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ഈ ആരാധനയിൽ ചില ഏറ്റുപറച്ചിലുണ്ടായി കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. പാപത്തോട് വിട പറഞ്ഞാൽ കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. ചില മുറിവുകളെ കെട്ടുവാനായിട്ടിടയായി തീരും. അറിഞ്ഞുകൊള്ളേണ്ട കാലം. അവിടെ ഒരു പദം ശ്രദ്ധിച്ചോ? ഓ ജീസസ്. കണ്ടെത്താവുന്ന കാലം. അതിന് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തെ അറിയേണ്ട കാലമാണിത്. നീ ദൈവസനെ മടങ്ങി വരേണ്ട കാലമാണിത്. ദൈവത്തോട് അടുത്തിരിക്കേണ്ട കാലമാണ്, ചേർന്നിരിക്കേണ്ട കാലമാണ്. ഇത് ദൈവത്തെ അറിയേണ്ട കാലമാണ്. അടുത്തുവാ, അടുത്തുവാ, അടുത്തുവാ. അറിഞ്ഞിരിക്കേണ്ട കാലമാണിത്. 1-2 വാക്യങ്ങളോട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 55-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഐശയ്യാ ചാപ്റ്റർ 55 വേഴ്സ് 6 ഉറക്കെ വായിച്ചേ. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത്
Seek the Lord while he may be found. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെയും പറയുന്നു കണ്ടെത്താവുന്ന കാലത്ത് എന്തോ ഇതോണം, അവനെ അന്വേഷിച്ചോണം. കരങ്ങളൊന്ന് ഉയർത്തിക്കേ. ഇതാ കണ്ടെത്താവുന്ന കാലം. ഇന്നാ കണ്ടെത്താവുന്ന കാലം. ഇന്ന് ചിലർ സൗഖ്യം പ്രാപിച്ച് വേണം മടങ്ങാൻ. ഇന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വേണം മടങ്ങാൻ. ഇന്ന് ദൈവകൃപ പ്രാപിച്ച് വേണം മടങ്ങാൻ. ഇതു നിമിത്ത് ലംഘനവും പാപവും അകൃത്യവും ദൈവം ക്ഷമിച്ചാൽ ഒരു വലിയ വിടുതലുണ്ട്. മാറാത്ത രോഗങ്ങളില്ല, കർത്താവ് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങളില്ല, പ്രശ്നങ്ങളില്ല, പ്രതികൂലങ്ങളില്ല. കുടുംബ പ്രതിസന്ധികൾ മാറിപ്പോകും, കുടുംബത്തിൻ്റെതാകുന്ന ഞെരുക്കങ്ങൾ മാറിപ്പോകും. സകല പ്രതികൂലങ്ങൾ ദൈവം വിടുവിക്കും. അവൻ മുറിവ് കെട്ടുന്ന ദൈവമാണ്, മുറിച്ചാല് മൂന്നാം നാൾ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഇവിടെ പറയുന്നു യഹോവയെ കണ്ടെത്താകുന്ന. നമ്മുടെ ഇന്നത്തെ ചിന്ത എന്തായിരുന്നു? യഹോവയെ കണ്ടെത്താകുന്ന സമയം. കണ്ടെത്താവുന്ന സമയത്ത്, ഇൻ എ ടൈം വെൻ യു മേ ബി ഫൗണ്ട്. നീ കണ്ടെത്താവുന്ന സമയം, ആ സമയത്ത് ദൈവത്തെ അന്വേഷിച്ചോണം. ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ ഒരു തീരുമാനമെടുക്കും? ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ടിരിക്കും. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിച്ചോ, അടുത്തിരിപ്പുണ്ട്. ആ കണ്ടെത്താവുന്ന കാലം മാറിപ്പോകരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതാണ്. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതെൻ്റെ അടുക്കലോളം എത്തത്തില്ല. ഇന്ന് പകൽ അതിര് കൽപ്പിച്ചിട്ടുണ്ട്. പാപങ്ങളെ ഏറ്റുപറ. കണ്ടെത്താവുന്ന കാലമാണ് ഇന്ന്. കണ്ടെത്താവുന്ന കാലമാണ് ഇന്ന്. ഞാൻ 1-2 ചിന്തകൾ പറഞ്ഞു കൊള്ളട്ടെ. മത്തായി സുവിശേഷം 5:23, 24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 23, 24, 25, അവിടെ ഇങ്ങനെ കാണുന്നത്, നിന്റെ വഴിപാട് ഓർമ്മ വന്നാൽ വഴിപാട് കഴിക്കുക. അടുത്തത്, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ ഇണങ്ങിക്കൊള്ളുക, അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോവും. വലിയ ആത്മീയ അർത്ഥമുള്ളൊരു വാക്യം. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ആരോടെങ്കിലും പകാപിണക്കം മിണ്ടാതെ അല്ലെങ്കിൽ ശാഠ്യമായിട്ട് സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് നിരപ്പ് പ്രാപിക്കേണ്ട ഒരു കാലം കൂടെ ഇന്ന്. ഈ ആരാധനയിൽ നിരപ്പ് ശുശ്രൂഷയുടെ വേണം. അപ്പൊ അടുത്തതാണ് കണ്ടെത്താവുന്ന കാലം. ഏതാണെന്നറിയാമോ? സൗഖ്യത്തിന്റെ ഒരു കാലം ഞാൻ പറഞ്ഞു, കണ്ടെത്താവുന്ന കാലം. മുറിവ് കെട്ടുന്ന കാലം ഞാൻ പറഞ്ഞു, തീർന്നില്ല. യെശയ്യാപ്രവചനത്തിൽ എന്ന് പറഞ്ഞത്, നീ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിച്ചോ, അവൻ നിന്നെ വിടുവിക്കും. ഇവിടെ പറയുന്നു പ്രതിയോഗിയോട് നിരക്കാൻ ഒരു കാലമുണ്ട്. ആ കാലം നീ മറന്നു കളയരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്. ആ കാലം നീ തിരികെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റുപറഞ്ഞ് മറക്കേണ്ടതിനെ മറക്കണം, പൊറുക്കേണ്ടതിനെ പൊറുക്കണം, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. യേശു പോകുന്ന ഒരു കാലം വരുന്നു. യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ പറഞ്ഞു, ഞാൻ പോവുകയാണ്. യേശു പോകുന്ന ഒരു കാലം വരുന്നുണ്ട്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ പറഞ്ഞു. ആക്ട്സ് ചാപ്റ്റർ 70 വേഴ്സസ് 30 and 31. അപ്പോസ്തലപ്രവൃത്തി 17, 30, 31. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും ഇപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന അറിയായ്മയുടെ കാലം, അത് ദൈവം ലക്ഷ്യമാക്കുന്ന ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും. അടുത്ത വാക്യം, ശ്രദ്ധിച്ചേ. ഒരു ദിവസം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അറിയേണ്ട കാലം. സങ്കീർത്തനത്തിൽ നാം വായിച്ചത് കണ്ടെത്താകുന്ന കാലം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ജനന ദിവസം, മരണ ദിവസം, ഇതിൻ്റെ ഇടയ്ക്കൊരു ദിവസമുണ്ട്.
അതിന് പറയുന്നതാണ് രക്ഷാ ദിവസം. ഇത് കഴിഞ്ഞുള്ളതാണ്. അതെ, ആ ന്യായവിധിയുടെ ഒരു കാലം വരുന്നു. മലാക്കി 4:1 അറിയാവുന്നവരെന്നോട് ചേർന്ന് പറയണം. മലാക്കി പ്രവചനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം അറിയാവുന്നവർ ചേർന്ന് പറ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത ഒരു ദിവസം, കണ്ടെത്തേണ്ട കാലം. ഇന്ന് ദൈവത്തെ കണ്ടെത്തിയാൽ, ഇന്ന് അനുദപിച്ചാൽ ഒഴിഞ്ഞു പോകുന്ന 2 കാലം. ഒന്ന് ന്യായവിധിയുടെ കാലം, മറ്റൊന്ന് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അന്ന് ഒഴിഞ്ഞു പോകും. അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം, ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയും. അതിന് ചെയ്യേണ്ടത് ഇതാണ്. ഇന്ന് നാം വായിച്ചതുപോലെ കണ്ടെത്താകുന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതൊഴിവാകാൻ. ഏതാ? ന്യായവിധിയുടെ ദിവസം. ഏതൊഴിവാകാൻ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം ഒഴിവാകാൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. 1 തെസ്സലോനി 5:2 അത് കാണുന്നുണ്ട്. കള്ളൻ എന്ന പോലെ പിടിച്ചുകൊണ്ടു പോകും. അതാർക്കുള്ളതാണെന്നറിയാമോ? കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടാൽ പിടിച്ചുകൊണ്ടു പോകും, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അന്ത്യക്രിസ്തു വന്ന് മുദ്രയിടും, 666 മുദ്രയിടും. അത് ഒഴിവാകാനുള്ള ഏക മാർഗം, കണ്ടെത്താവുന്ന കാല്, അത് കർത്താവിനെ അറിയാൻ ഉത്സാഹിക്കാം. കർത്താവിനെ അറിയാൻ ഉത്സാഹിക്കാം. അതേത് കാലമാണെന്നറിയാമോ? അതിനെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 6:2 ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. അടുത്തിരിക്കുന്ന ആളിനോടൊന്ന് പറയാമോ? അവരെ ഒന്ന് തട്ടി ഉണർത്തിക്കേ. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്ന് പറുദീസയിൽ കയറിയ കള്ളനെ പോലെ ഇന്നാണ് സുപ്രസാദ കാലം. 2 കൊരിന്ത്യർ 6:2 പ്രസാദകാലത്ത് ഞാൻ ഉത്തരമല്ല, രക്ഷാ ദിവസത്തിൽ നിന്നെ സഹായിച്ചു. അതെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. കണ്ടെത്താവുന്ന കാലം ഇന്ന്, നാളെയില്ല. കർത്താവ് വന്നാൽ കണ്ടെത്താവുന്ന കാലം പോയി. അതുകൊണ്ട് ഇന്ന് ഉത്സാഹിക്കെ. പാപങ്ങളെ ഏറ്റുപറ. ഉപേക്ഷിച്ചിട്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു തന്നാൽ നിന്നെ ന്യായവിധിയുടെ ദിവസം ഒഴിഞ്ഞു പോകും. മറ്റൊരു ദിവസവും മരണ ദിവസം വരും. ഞാനും നിങ്ങളും ഒരു ദിവസം മരണപ്പെടേണ്ടി വരും. അത് കഴിഞ്ഞാൽ ആമേൻ ഇങ്ങനെ പറയട്ടെ, ന്യായവിധി ദിവസമുണ്ട്, ചൂള പോലെ കത്തുന്ന ദിവസമുണ്ട്. എന്നാൽ നമ്മെ ദൈവം ഒഴിച്ചു കളയും. ഇന്ന് രക്ഷാ ദിവസത്തിലൂടെ കടന്നു പോയാൽ, ഞാനിങ്ങനെ പറയാം, ജനന ദിവസത്തിനും മരണ ദിവസത്തിനും ഇടയ്ക്കുള്ളൊരു ദിവസമാണ് ഏതാ സന്തോഷിക്കേണ്ട ദിവസം എന്നറിയാമോ? ജനന ദിവസമാണോ മരണ ദിവസമാണോ? രക്ഷാ ദിവസം. രക്ഷിക്കപ്പെട്ടത് എന്നാ? രക്ഷാ ദിവസം. ഇന്ന് യേശുവിനെ അറിയാത്തവർ അറിയണം. പാപം ഏറ്റുപറയാത്തവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അറിയുന്ന, അതായത് കണ്ടെത്താവുന്ന കാലം അതിന്നാണ്. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചാൽ ചില പെരുവെള്ളങ്ങൾക്ക് തടയാണ്. വരാൻ പോകുന്ന അനർത്ഥങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്. ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിട്ട് വരികയാണ്. ഞാനിങ്ങനെ ചേർത്ത് പറയാ, ഇന്ന് രക്ഷാ ദിവസം, ഇന്ന് ദൈവപ്രവൃത്തിയുടെ ദിവസം, ഇന്ന് ദൈവം അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സമർപ്പിക്കാൻ എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു ദൈവപ്രവൃത്തി ആവശ്യമാണ് കർത്താവ്, ഇന്നൊരു ദൈവപ്രവൃത്തി ആവശ്യമാണ് കർത്താവ്. അങ്ങനെ സമർപ്പിക്കുമെങ്കിൽ വചനം പറയുന്നു, പെരുവെള്ളം കവിഞ്ഞു വരും. വരത്തില്ലെന്നല്ല പറഞ്ഞത്, വന്നാലും അത് നിന്റെ അടുക്കലോളം അടുത്ത് വരത്തില്ല. അത് നിന്റെ അടുക്കലോളം അടുത്ത് വരത്തില്ല. പെരുവെള്ളം കവിഞ്ഞു വരൂ, അത് നിന്റെ അടുക്കലോളം അടുത്ത് വരത്തില്ല. ഒഴിഞ്ഞു പോ, സംഹാരകൻ ഒഴിഞ്ഞു പോ, പൈശാചിക പോരുകൾ ഒഴിഞ്ഞു പോ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ചില ദുഷ്ടപ്പോരുകൾ അഴിയട്ടെ, ചില ദുർപ്പോരുകൾ അഴിയട്ടെ. വചനത്തിൽ നാം വായിച്ചതുപോലെ കണ്ടെത്താകുന്ന കാലം. ഇന്ന് പകൽ ഞാൻ അധികമായി ഉത്സാഹിക്കുന്നു. എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു കർത്താവിനോട് അടുക്കേണ്ട ദിവസം. ഇന്ന് പകൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒന്നുകൂടെ സമർപ്പിക്കുവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇന്ന് കർത്താവിലേക്ക് അടുത്തിരുന്നാൽ വചനം പറയുന്നു, പെരുവെള്ളം വരും, വരത്തില്ലെന്നല്ല, അനർത്ഥം വരും, പക്ഷെ നിന്നെ മുക്കിക്കളയത്തില്ല. പ്രാണനെ തൊടുകയല്ല, നിന്നെ ബലപ്പെടുത്തും, തട്ടി ഉണർത്തും, അടുത്ത് വരാതെ ദൈവം സൂക്ഷിക്കും. അതുകൊണ്ട് ഇന്ന് കണ്ടെത്താവുന്ന കാലം, ഇന്ന് രക്ഷാ ദിവസം, ഇന്ന് ദൈവപ്രവൃത്തിയുടെ ദിവസം. യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഉയർത്തപ്പെട്ട കരങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവ കൃപ വെളിപ്പെടട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു മാറട്ടെ. ഇന്ന് കേട്ട വചനത്താൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ വ്യക്തികളെ ജീവിതത്തിൽ നന്മ പ്രാപിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.